ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ പ്രഖ്യാപനത്തിനായി ലോകം കാത്തിരിക്കവേ സമ്മിശ്ര പ്രതികരണങ്ങളാണ് പുറത്തുവരുന്നത്. ഇന്ത്യ, ബ്രിട്ടൻ, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളും വെടിനിർത്തൽ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്രായേൽ, പലസ്തീൻ ജനങ്ങളും പ്രതികരണവുമായി രംഗത്തുണ്ട്. വെടിനിർത്തൽ ഈ മാസം 19-നാണ് പ്രാബല്യത്തിൽ വരിക. കഴിഞ്ഞ 15 മാസമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് സംഘർഷം താൽക്കാലികമാണെങ്കിലും നിലവിൽ വരുന്ന വെടിനിർത്തൽ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന കാര്യമാണ്. വെടിനിർത്തൽ വിവിധ രാജ്യങ്ങൾ സ്വാഗതം ചെയ്തു. വെടിനിർത്തലും ബന്ദികളുടെ മോചനവും സാധ്യമാകുന്ന കരാറിനെ സ്വാഗതം ചെയ്യുന്നതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രായേലും ഹമാസും ഉടൻ വെടിനിർത്തൽ കരാറിൽ അനുശാസിക്കുന്ന എല്ലാ ചട്ടങ്ങളും പാലിക്കണമെന്ന് ബ്രിട്ടൻ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി വ്യക്തമാക്കി. വെടിനിർത്തൽ കരാറിനെ ചൈന സ്വാഗതം ചെയ്തു. മേഖലയിലെ സംഘർഷം കുറയ്ക്കാൻ ഈ അവസരം വിനിയോഗിക്കുവാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയുമെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് ഗുവോ ജിയാകുൻ വ്യക്തമാക്കി. ഇറ്റലിയും റോമും വെടിനിർത്തലിനെ സ്വാഗതം ചെയ്തു. ഇന്നിറങ്ങിയ ഇറ്റാലിയൻ പത്രങ്ങളിൽ ചരിത്ര പുസ്തകങ്ങളിൽ ഇടം പിടിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണിതെന്ന് വെടിനിർത്തലിനെക്കുറിച്ച് പറയുന്നു. റോം നിവാസികൾ പ്രത്യാശയുടെയും ഹമാസ് ഭീകര സംഘടനയെക്കുറിച്ചുള്ള അവിശ്വാസവും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇസ്രായേലും ഗാസ നിയന്ത്രിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പായ ഹമാസും തമ്മിലുണ്ടാക്കിയ വെടിനിർത്തലിനെയും ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാനുണ്ടാക്കിയ കരാർ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതായി ജാപ്പനീസ് സർക്കാർ വ്യക്തമാക്കി. 15 മാസത്തെ സംഘർഷത്തിനൊടുവിൽ മേഖലയിലെ സാഹചര്യങ്ങളിൽ മെച്ചപ്പെടുന്നതിന് ഈ വെടിനിർത്തൽ കാരണമാകുമെന്ന് ജാപ്പനീസ് ചീഫ് ക്യാബിനറ്റ് സെക്രട്ടറി യോഷിമാസി ഹയാഷി വ്യക്തമാക്കി. ഓസ്ട്രേലിയയും വെടിനിർത്തലിനെ സ്വാഗതം ചെയ്തു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണീസ് ആൽബനീസ് ആണ് ഇത് സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കിയത്. വെടിനിർത്തലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇസ്രായേൽ പൗരന്മാരും രംഗത്തെത്തിയിട്ടുണ്ട്. ബന്ദികളുടെ മോചനത്തിലാണ് തങ്ങളുടെ ശ്രദ്ധ മുഴുവനെന്നും എല്ലാവരും സുരക്ഷിതരായി തിരികെ എത്താൻ പ്രാർത്ഥിക്കുന്നതായും ഇവർ വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.